െങ്കിൽ ഏഴാനാകാശത്തിന്റെ അപ്പുറത്ത് പോയിട്ട് അള്ളാനെ കണ്ട്, സ്വർഗം കണ്ട്, നരകം കണ്ട്, അർശ് കണ്ട്, കുർസി കണ്ട്, ലൗഹുൽ മഹ്ഫൂദ് കണ്ട്, സിദ്റത്തുൽ മുന്തഹ കണ്ട്, എല്ലാം കണ്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ എന്തെന്നാ ചെയ്യലെന്ന് വെച്ചാൽ കുത്തിയിരുന്നിട്ട് ആയിഷ ബീവി ഉമ്മാക്ക് ആടിനെ കറന്നു കൊടുക്കും. സർവ്വസൈനാധിപനായിട്ട് മേറാജിന്റെ രാത്രി ഖദ്ദമത്ക ജമീഉൽ അംബിയ ബിഹ 70 അമ്പിയാക്കൾക്ക് മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബിനെ പോലത്തെ വലിയ ലീഡേഴ്സിന് ഇമാം വെക്കുന്ന തങ്ങൾ സഫിയ ബീവി എന്ന തന്റെ ഭാര്യ നീളം കുറഞ്ഞ മഹദിയ ഒട്ടകത്തിൽ കയറാൻ കഴിയാത്തതുകൊണ്ട് തങ്ങൾ കാല് നീട്ടിയിട്ട് കാല് മടക്കിയിട്ട് പറയും, സഫി സഫി കറങ്ങുന്നില്ലല്ലോ, എന്നെ ടെൻഷനാ, എന്റെ കാൽമ ചവിട്ടിയിട്ട് എന്റെ കാല് കോണിപ്പടി ചവിട്ടുപടിയായിട്ട് കയറിക്കും. എങ്ങനെ ഈ ഉമ്മമാരെല്ലാം തങ്ങളെ സ്നേഹിക്കാതിരിക്കും? നിങ്ങൾ ആലോചിച്ചു, എന്തൊരു ഒരു ജാട, ഒരു വസ്തു, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലാഞ്ചൻ അവിടുന്നില്ലല്ലോ. ഇനി ഭാര്യമാരുള്ള റൂമിലേക്ക് തങ്ങൾ രാത്രി പോകുകയാണെങ്കിൽ സലാം പറയാൻ തന്നെ എങ്ങനെയാണെന്നറിയാം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് റൂമുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കൂടി ഒരു കാര്യം പറയാം. എങ്ങനെ സലാം പറയുന്നത്? ആരെങ്കിലും ഉറക്കിലുണ്ടെങ്കിൽ അവർ കേൾക്കൂല തങ്ങൾ പറയുന്ന സലാം. ആരെങ്കിലും ഉണർവിലുണ്ടെങ്കിൽ അവർ കേൾക്കുകയും ചെയ്യും. എങ്ങനെ പറയാം? അസ്സലാമു അലൈക്കും, അങ്ങനെ പറയാം. അതുകൊണ്ടാണ് ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിക്കേണ്ടത്, എങ്ങനെയായിരുന്നു മുത്തുനബി പണ്ട്? തങ്ങൾ വഫാത്തായി. ആയിഷ ബീവി പറയുന്നുണ്ട്, അടുക്കളപ്പണിയിൽ സഹായിക്കും, പാത്രം കഴുകിത്തരും, ആടിനെ കറന്നേരുന്നല്ല. ആയിഷ ബീവി അവിടെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? ഞാൻ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ ആടിന്റെ പാലോ മറ്റോ കുടിക്കുകയാണെങ്കിൽ എന്റെ അടുത്തുനിന്ന് ബാക്കി വാങ്ങിയിട്ട് യദൂറു ഗ്ലാസ് ഇങ്ങനെ കറക്കും. എന്നിട്ട് ആയിഷയുടെ ചുണ്ട് വെച്ചെന്ന് കുറെ നേരം നോക്കിയിട്ട് അവിടെ ചുണ്ട് വെച്ചിട്ട് എന്നെ നോക്കിയിട്ട് കുടിക്കും. അപ്പൊ ആയിഷ ബീവിയുടെ കണ്ണ് നിറയും. ഞാൻ പല്ല് വെച്ചെടുത്ത് തന്നെ ഇറച്ചി കഷ്ണത്തിന്റെ, ആടിന്റെയോ മറ്റോ മാംസ കഷ്ണത്തിന്റെ അവിടെ തങ്ങൾക്ക് പല്ല് വെക്കണം. എന്റെ ആയിഷയുടെ പല്ല് വെച്ച് നോക്കും. സർവ്വസൈനാധിപൻ, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്, ഭാര്യ പല്ല് വെച്ചെടുത്ത് പല്ല് വെക്കും. പിന്നെ ആയിഷ ബീവി പറയാം, ഞാൻ ഏടിന്നാലും എന്നെ ചാരിയിട്ട് എന്നെ തങ്ങൾക്ക് ഇരുന്നിട്ട് ഖുർആൻ. അതാണ് ഖാദി, സൈനാധിപൻ, മുദരിസ്, ആ കോട്ടൊക്കെ വീട്ടിന്റെ പുറത്തുനിന്ന് തന്നെ അയച്ചു വെച്ചിട്ടാണ് തങ്ങൾ തീർന്നത്.